കോഷീസ് ഇൻ്റഗ്രൽ തിയറവും ഫോർമുലയും ഉപയോഗിച്ചിട്ടുള്ള പ്രോബ്ലമാണ് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ക്വസ്റ്റ്യൻ ഇതാണ്: ഇവാലുവേറ്റ് ഇൻ്റഗ്രൽ ഓവർ സി ഇസഡ് ബൈ ഇസഡ് സ്ക്വയർ മൈനസ് 1 ഡി ഇസഡ് വെയർ സി ഈസ് മൂന്ന് പാർട്ടായിട്ട് തന്നിട്ടുണ്ട്. മോഡ് ഇസഡ് ഈക്വൽ ടു 1/2, മോഡ് ഇസഡ് മൈനസ് 1 ഈക്വൽ ടു 1/2, മോഡ് ഇസഡ് ഈക്വൽ ടു 2. നമുക്കറിയാം ഇതിൽ ഓരോ കേസും എടുത്തെഴുതണം. അതിനുവേണ്ടി ആദ്യം ഞാൻ ഓരോ കേസ് എടുക്കുന്നതിന് മുമ്പ് ആദ്യം ഈ തന്നിരിക്കുന്ന ക്വസ്റ്റിനകത്ത് സിംഗുലാർ പോയിൻറ്റ്സ് കണ്ടുപിടിക്കാൻ പോവുകയാണ്. സോ ദ സിംഗുലാർ പോയിൻറ്റ്സ് ആർ ഒബ്റ്റെയിൻഡ് ഫ്രം ഇസഡ് സ്ക്വയർ മൈനസ് 1 ഈക്വൽ ടു 0 അല്ല, ഇസഡ് സ്ക്വയർ മൈനസ് 1 0യുമായിട്ട് ഇക്വേറ്റ് ചെയ്യുമ്പോഴാണ് സിംഗുലാർ പോയിൻറ്റ്സ് ഇവിടെ കിട്ടുന്നത്. സോ ഇസഡ് സ്ക്വയർ മൈനസ് 1 എന്ന് പറഞ്ഞാൽ ഇസഡ് പ്ലസ് 1 ഇൻറ്റു ഇസഡ് മൈനസ് 1 ഈക്വൽ ടു 0. സോ ഇസഡ് ഈക്വൽ ടു 1 ആൻഡ് ഇസഡ് ഈക്വൽ ടു -1. 1ഉം -1ഉമാണ് ഈ കേസിലെ സിംഗുലാർ പോയിൻറ്റ്സ് ആയിട്ട് നിൽക്കുന്നത്. ഇനി ഓരോ കേസും എടുക്കാം. ഫസ്റ്റ് കേസ് എന്ന് പറയുന്നത് മോഡ് ഇസഡ് ഈക്വൽ ടു 1/2. മോഡ് ഇസഡ് ഈക്വൽ ടു 1/2 എന്ന് പറയുന്നത് എന്താണ്? സെൻറ്റർ 0 ആയിട്ടും 1/2 റേഡിയസ് ആയിട്ടുള്ള ഒരു സർക്കിൾ. 1ഉം -1ഉം എവിടെയാണ് മാർക്ക് ചെയ്തേക്കുന്നത് നോക്കിക്കേ, ഔട്ട് സൈഡാണ്. അപ്പോൾ തന്നിരിക്കുന്നത് വെച്ച് ഇവിടെ എഫ് ഓഫ് ഇസഡ് തന്നിരിക്കുന്ന സർക്കിളിനകത്ത് മോഡ് ഇസഡ് ഈക്വൽ ടു 1/2 എന്ന് പറയുന്ന സർക്കിളിനകത്ത് അതിൻ്റെ സിംഗുലാർ പോയിൻറ്റ്സ് ഒന്നും തന്നെ ഇല്ല. അപ്പം സർക്കിളിനകത്ത് വിത്തിൻ ദ സർക്കിളിൽ എന്താണ് തന്നിരിക്കുന്ന ഫംഗ്ഷൻ അനലിറ്റിക് ആണ്. അപ്പോൾ കോഷീസ് ഇൻ്റഗ്രൽ തിയറം ഉപയോഗിച്ചിട്ട് എഫ് ഓഫ് ഇസഡ് എന്ന് പറയുന്നത് എന്തായിട്ട് എടുക്കാം? ക്ലോസ്ഡ് ഇൻ്റഗ്രൽ ഓവർ സി എഫ് ഇസഡ് ഡി ഇസഡ് 0 എന്നെടുക്കാം. ഇവിടെ തന്നിരിക്കുന്ന സർക്കിളിനകത്ത് എന്തില്ല? സിംഗുലാർ പോയിൻറ്റ്സ് ഇല്ലാത്തത് കാരണം ഞാൻ ഇവിടെ എഫ് ഓഫ് ഇസഡ് എന്ത് തന്നെയായിട്ട് എടുത്തു? നമ്മുടെ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ മൊത്തമായിട്ട് തന്നെയാണ് എഫ് ഓഫ് ഇസഡ് എടുത്തേക്കുന്നത്. എന്തുകൊണ്ടാണ്? തന്നിരിക്കുന്ന സർക്കിളിനകത്ത് സിംഗുലാർ പോയിൻറ്റ്സ് ഇല്ലാത്തത് കാരണം. സോ ബൈ കോഷീസ് ഇൻ്റഗ്രൽ തിയറം അനുസരിച്ച് ആൻസർ എന്ത് കിട്ടി? 0 എന്ന് കിട്ടി. ഇവിടെ ഇൻ്റഗ്രേഷൻ നടത്തിയോ? ഇല്ല. കുറച്ച് റിസൾട്ടുകൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ആൻസർ 0 എന്ന് എഴുതി. ഇനി അടുത്തത് മോഡ് ഇസഡ് മൈനസ് 1 ഈക്വൽ ടു 1/2. മോഡ് ഇസഡ് മൈനസ് 1 ഈക്വൽ ടു 1/2 എന്ന് പറഞ്ഞാൽ 1 സെൻറ്ററും 1/2 റേഡിയസും. അപ്പോൾ 1 സെൻറ്റർ, അപ്പോൾ 1.5 0.5 ഒക്കെ വെച്ചിട്ടാണ് സർക്കിൾ വരുന്നത്. അപ്പോൾ ഇവിടുത്തെ കേസിൽ 1 ഇൻസൈഡ് ദ സർക്കിളിലും -1 ഔട്ട്സൈഡ് ദ സർക്കിളിലുമാണ് ലൈ ചെയ്യുന്നത്. 1 ഇൻസൈഡ് ദ സർക്കിളിലും -1 ഔട്ട്സൈഡ് ദ സർക്കിളിലുമാണ്. അപ്പോൾ നോക്കിക്കേ, കോഷീസ് ഇൻ്റഗ്രൽ തിയറം അനുസരിച്ച് നോക്കുമ്പോൾ ഇവിടെ സിംഗുലാർ എല്ലാ പോയിൻറ്റിലും അനലിറ്റിക് ആകുന്നില്ല. ഏത് പോയിൻറ്റിലാണ് അനലിറ്റിക് ആകാത്തത്? 1 അകത്ത് കിടക്കുവാണ്. 1ൽ ഈ തന്നിരിക്കുന്ന ഫംഗ്ഷൻ എന്താകുക? അനലിറ്റിക് ആകത്തില്ല. അപ്പം നമ്മൾ ഉപയോഗിക്കാനാണ് കോഷീസ് ഇൻ്റഗ്രൽ ഫോർമുല നമ്മളെ പഠിപ്പിച്ചു തരുന്നത്. എന്താണ്? ഈ കേസിൽ നമുക്ക് കോഷീസ് ഇൻ്റഗ്രൽ തിയറം അപ്ലൈ ചെയ്യാൻ പറ്റില്ല. അപ്പം നമുക്കിവിടെ ഏതാണ് ഔട്ട്സൈഡ് കിടക്കുന്നത്? -1 ആണ്. അതുകൊണ്ട് ഇവിടെ നമ്മൾ എഫ് ഓഫ് ഇസഡ് എന്ന് പറഞ്ഞ് എടുക്കുന്നത് അനലിറ്റിക് ആകുന്നത്, അതായത് ആ സർക്കിളിനകത്ത് അനലിറ്റിക് ആകുന്ന വിധത്തിലുള്ള എഫ് ഓഫ് ഇസഡ് എടുക്കുകയുള്ളൂ. ഏതാണ് എഫ് ഓഫ് ഇസഡ് എടുക്കേണ്ടത്? അപ്പം ഇസഡ് ബൈ ഇസഡ് സ്ക്വയർ -1 ആയിരുന്നു ക്വസ്റ്റ്യൻ എങ്കിലും ഇവിടെ നമ്മൾ എഫ് ഓഫ് ഇസഡ് എടുക്കുന്നത് എന്താണ്? ഇസഡ് ബൈ ഇസഡ് പ്ലസ് 1 ആണ്. നോക്കിക്കേ, -1 ഔട്ട്സൈഡ് കിടക്കുന്നത് കാരണം ഇവിടെ ഞാൻ എഫ് ഓഫ് ഇസഡ് ഏതാണ് എടുക്കുന്നത്? ഇസഡ് -1 എന്നുള്ളത് അവോയ്ഡ് ചെയ്തു. ഏത് മാത്രമേ എടുത്തുള്ളൂ? ഇസഡ് ബൈ ഇസഡ് പ്ലസ് 1 എന്ന് ചൂസ് ചെയ്തു. മൊത്തം ഇസഡ് സ്ക്വയർ -1 എന്ന് എടുക്കുകയല്ല. എഫ് ഓഫ് ഇസഡ് എന്തായിട്ട് എടുക്കുകയുള്ളൂ? ഇസഡ് ബൈ ഇസഡ് പ്ലസ് 1. ഞാൻ ഒന്നുകൂടെ പറയാം. ഇതിനകത്ത് 2 പോയിൻറ്റിൽ 1 മാത്രം അകത്തും -1 വെളിയിലുമാണ് കിടക്കുന്നത്. അപ്പം -1 വെളിയിൽ കിടക്കുന്നതാണ്. -1 എന്ന് പറയുന്നത് നമുക്ക് ഒരു പ്രശ്നം വരുത്തുകയില്ല. പക്ഷേ 1ൽ ഫംഗ്ഷൻ അനലിറ്റിക് ആകാത്തത് കാരണം 1 എന്ന് പറയുന്ന ടേം എവിടെ നിന്നാണ് 1 കിട്ടുന്നത്? ഇസഡ് -1ൽ നിന്നാണ് നമുക്ക് 1 കിട്ടിയത്. ആ ഒരു ടേം ഒഴിവാക്കിക്കാണ് എഫ് ഓഫ് ഇസഡ് ഞാനിവിടെ എടുത്തേക്കുന്നത്. എഫ് ഓഫ് ഇസഡ് ഈക്വൽ ടു ഇസഡ് ബൈ ഇസഡ് പ്ലസ് 1 എന്ന് എടുത്തു. എന്നിട്ട് ഞാൻ ഇവിടെ എടുക്കാൻ പോകുന്നത് എ എന്ന് പറയുന്നത് 1 ആയിട്ട് ചൂസ് ചെയ്യും. കാരണം എ ഈസ് എനി പോയിൻറ്റ് ഇൻസൈഡ് ദ സർക്കിൾ എന്നാണല്ലോ കോഷീസ് ഇൻ്റഗ്രൽ തിയറം. ഇപ്പോൾ ഈ കേസിൽ നോക്കിക്കേ, ഇവിടുത്തെ എഫ് ഓഫ് ഇസഡ് ഇപ്പം അനലിറ്റിക് അല്ലേ? ഇപ്പം നമ്മൾ എടുത്തിരിക്കുന്ന എഫ് ഓഫ് ഇസഡ് ഇസഡ് ബൈ ഇസഡ് പ്ലസ് 1 ഈസ് അനലിറ്റിക് ഇൻസൈഡ് ദ സർക്കിൾ. സർക്കിളിനകത്ത് അനലിറ്റിക് ആണ്. അങ്ങനത്തെ എഫ് ഓഫ് ഇസഡാണ് നമ്മൾ ഇവിടെ എടുത്തേക്കുന്നത് ഈ കേസിൽ. ദെൻ എ ഈക്വൽ ടു 1 എന്ന് പറയുന്നത് ഇൻസൈഡുള്ള ഒരു പോയിൻ്റാണ്. അങ്ങനെയാണെങ്കിൽ കോഷീസ് ഇൻ്റഗ്രൽ ഫോർമുല അനുസരിച്ച് എഫ് ഓഫ് എ ഈക്വൽ ടു 1/2πi ക്ലോസ്ഡ് ഇൻ്റഗ്രൽ ഓവർ സി എഫ് ഓഫ് ഇസഡ് ബൈ ഇസഡ് മൈനസ് എ ഡി ഇസഡ് എന്ന് എഴുതാം. അതായത് എഫ് ഓഫ് എയ്ക്ക് പകരം എന്ത് കൊടുക്കാം? എഫ് ഓഫ് 1 ഈക്വൽ ടു 1/2πi ക്ലോസ്ഡ് ഇൻ്റഗ്രൽ ഓവർ സി എഫ് ഓഫ് ഇസഡിന് പകരം ഇസഡ് ബൈ ഇസഡ് പ്ലസ് 1 ഡിവൈഡഡ് ബൈ എയ്ക്ക് പകരം ഇസഡ് -1 ഡി ഇസഡ്. നോക്കിക്കേ,
ഇവിടെ എന്താണ് ഇസഡ് ബൈ ഇസഡ് പ്ലസ് വൺ ആണ് എഫ് ഓഫ് ഇസഡ് ആയിട്ട് നമ്മൾ ചൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എഫ് ഓഫ് വൺ എന്താകും 1/1+1 1/2 എന്ന് കിട്ടും. അപ്പം 1/2 ഈക്വൽ ടു എന്ത് കിട്ടും? 1/2 ഈക്വൽ ടു 1/2πi ക്ലോസ്ഡ് ഇൻ്റഗ്രൽ ഓവർ സി ഇസഡ് ബൈ ഇസഡ് പ്ലസ് വൺ ഇൻറ്റു ഇസഡ് മൈനസ് വൺ ഡി ഇസഡ്. അപ്പോൾ നോക്കിക്കേ, ഇത് ക്ലോസ്ഡ് ഇൻ്റഗ്രൽ ഓവർ സി ഇസഡ് ബൈ ഇസഡ് പ്ലസ് വൺ ഇൻറ്റു ഇസഡ് മൈനസ് വൺ എന്താണ്? ഇസഡ് സ്ക്വയർ മൈനസ് വൺ ഡി ഇസഡ് തന്നെയാണ്. അതല്ലേ കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പം ഈ 1/2πയെ ക്രോസ് ചെയ്ത് അപ്പുറയിലേക്ക് കൊണ്ടുപോയാൽ ഇൻ്റഗ്രേഷൻ്റെ ആൻസർ ആകും. സോ 2πi ഡിവൈഡഡ് ബൈ 2 ദറ്റ് ഈസ് πi. ആൻസർ ഈസ് πi. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇവിടെ എന്താണ് ചെയ്തിരിക്കുന്നത്? ഇവിടെ നമുക്ക് ഒരു പോയിൻ്റ് അകത്തും ഒരു പോയിൻ്റ് വെളിയിലും വന്നപ്പോൾ അകത്ത് കിടക്കുന്ന ആ പോയിൻറ്റിനെ ഒഴിവാക്കിക്കൊണ്ട് വേണം ഈ കേസിൽ എഫ് ഓഫ് ഇസഡ് ചൂസ് ചെയ്യാൻ. തൊട്ട് മുമ്പിലത്തെ കേസിൽ അങ്ങനെ അല്ലായിരുന്നു. എല്ലായിടത്തും അനലിറ്റിക് ആകുന്ന ക്വസ്റ്റ്യൻ തന്നെ എഫ് ഓഫ് ഇസഡ് ആയിട്ട് എടുത്തു. ഇവിടെ അങ്ങനെയല്ല എടുക്കേണ്ടത്. എവിടെയാണോ അനലിറ്റിക് ആകാതെ പോയത് അത് ഒഴിവാക്കിക്കൊണ്ടുള്ളതിനെയാണ് എഫ് ഓഫ് ഇസഡ് ആയിട്ട് എടുക്കേണ്ടത്. ദെൻ ഏതാണോ സിംഗുലർ പോയിൻ്റ് ആയിട്ട് അകത്ത് കിടന്ന് കിട്ടിയത് അതിനെ എ എന്ന് ചൂസ് ചെയ്ത് അതിനകത്ത് കോഷീസ് ഇൻ്റഗ്രൽ ഫോർമുല അപ്ലൈ ചെയ്തിട്ടാണ് നോക്കിക്കേ അതേ റിസൾട്ട് തന്നെ എവിടെ കിട്ടുന്നുണ്ട്? റൈറ്റ് സൈഡിൽ ക്ലോസ്ഡ് ഇൻ്റഗ്രൽ ഓവർ സി ഇസഡ് ബൈ ഇസഡ് സ്ക്വയർ മൈനസ് വൺ ഡി ഇസഡ് എന്ന് വരുന്നുണ്ട്. സോ ദ ആൻസർ ഈസ് πi എന്ന് കിട്ടി. ഇനി മോഡ് ഇസഡ് ഈക്വൽ ടു 2 അടുത്ത മൂന്നാമത്തെ ക്വസ്റ്റ്യൻ മോഡ് ഇസഡ് ഈക്വൽ ടു 2 എന്നല്ലേ? മോഡ് ഇസഡ് ഈക്വൽ ടു 2ൻ്റെ പ്രത്യേകത എന്താണ്? മോഡ് ഇസഡ് ഈക്വൽ ടു 2വിനകത്ത് സെൻറ്റർ 0 0യും 2 റേഡിയസും, അപ്പോൾ 1ഉം -1ഉം അകത്ത് വരുന്നുണ്ട്. 1 ആൻഡ് -1 ലൈസ് ഇൻസൈഡ് ദ സർക്കിൾ. അപ്പോൾ ഇവിടെ എഫ് ഓഫ് ഇസഡ് ആരെ എടുക്കാൻ പറ്റുള്ളൂ? 1ഉം പറ്റുകയില്ല -1ഉം പറ്റുകയില്ല. അപ്പോൾ ഡിനോമിനേറ്റർ കളയണം. ഇസഡ് മാത്രം എഫ് ഓഫ് ഇസഡ് ആയിട്ട് എടുത്തു. എഫ് ഓഫ് ഇസഡ് ഈക്വൽ ടു എന്തായിട്ട് എടുത്തു? ഇസഡ് എന്ന് ചൂസ് ചെയ്യുക. ഇനി 1/z² - 1നെ പാർഷ്യൽ ഫ്രാക്ഷൻ ഉപയോഗിച്ച് നിങ്ങൾ അതിനെ സ്പ്ലിറ്റ് ചെയ്യുക. a/z-1ഉം b/z+1 എന്ന് എഴുതി ഇസഡിന് 1 എന്നും -1 എന്നും കൊടുത്ത് എയുടെയും ബിയുടെയും വാല്യൂ ഇട്ട് കിട്ടി. 1/z² - 1നെ 1/2 × z-1 - 1/2 × z+1 ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തു. അങ്ങനെയാണെങ്കിൽ അവിടെ ഇൻ്റഗ്രേഷനും ഒരു ഇസഡും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പം ഇവിടെയും നമുക്ക് എന്ത് ചെയ്യാം? ഇൻ്റഗ്രേഷനും ഇസഡും കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് സെപ്പറേറ്റ് ചെയ്ത് എഴുതാം. സോ ക്ലോസ്ഡ് ഇൻ്റഗ്രൽ ഓവർ സി ഇസഡ് ബൈ ഇസഡ് സ്ക്വയർ മൈനസ് വൺ ഡി ഇസഡ് ഇപ്പോൾ എന്തായി? 1/2 ഇൻറ്റു ക്ലോസ്ഡ് ഇൻ്റഗ്രൽ ഓവർ സി ഇസഡ് ബൈ ഇസഡ് മൈനസ് വൺ ഡി ഇസഡുമായി മൈനസ് 1/2 ഇൻറ്റു ക്ലോസ്ഡ് ഇൻ്റഗ്രൽ ഓവർ സി ഇസഡ് ബൈ ഇസഡ് പ്ലസ് വൺ ഡി ഇസഡുമായി. അപ്പോൾ ഇവിടെ ഒരു ഇൻ്റഗ്രേഷന് പകരം 2 ഇൻ്റഗ്രേഷൻ കാണിക്കണം. അപ്പോൾ അതിനെ ഇക്വേഷൻ നമ്പർ 1 എന്ന് എടുത്തിട്ട് ഓരോ ഇൻ്റഗ്രേഷനും എടുക്കാൻ പോവുകയാണ്. ഇപ്പോൾ ഓരോ ഇൻ്റഗ്രേഷനെ സെപ്പറേറ്റ് ചെയ്യാൻ പോവുകയാണ്. ആദ്യത്തെ ഇൻ്റഗ്രേഷന് 1/2 ഞാൻ മാറ്റി നിർത്തിയിട്ട് ക്ലോസ്ഡ് ഇൻ്റഗ്രൽ ഓവർ സി ഇസഡ് ബൈ ഇസഡ് മൈനസ് 1. ഇവിടെ എ ഈക്വൽ ടു എന്തായിട്ട് ചൂസ് ചെയ്യാം? 1 ചൂസ് ചെയ്യാം. കാരണം ഇസഡ് -1 അല്ലേ ഡിനോമിനേറ്റർ കിടക്കുന്നത്. അപ്പോൾ എ ഈക്വൽ ടു 1 ആയിട്ട് ഞാൻ ചൂസ് ചെയ്തു. ഇവിടുത്തെ എഫ് ഓഫ് ഇസഡ് തന്നെ. എ ഈക്വൽ ടു 1 ആകുമ്പോഴത്തേക്കും എഫ് ഓഫ് 1 ഈക്വൽ ടു 1/2πi ക്ലോസ്ഡ് ഇൻ്റഗ്രൽ ഓവർ സി ഇസഡ് ബൈ ഇസഡ് മൈനസ് 1 ഡി ഇസഡ് എന്ന് എഴുതാം. അപ്പോൾ ഇവിടെ എഫ് ഓഫ് ഇസഡ് ആയത് കാരണം എഫ് ഓഫ് 1 എന്താകും? 1 തന്നെയാകും. സോ 1 ഈക്വൽ ടു 1/2πi ക്ലോസ്ഡ് ഇൻ്റഗ്രൽ ഓവർ സി ഇസഡ് ബൈ ഇസഡ് മൈനസ് 1 ഡി ഇസഡ്. അപ്പോൾ ക്ലോസ്ഡ് ഇൻ്റഗ്രൽ ഓവർ സി ഇസഡ് ബൈ ഇസഡ് മൈനസ് 1 ഡി ഇസഡ് എന്താകും? 2πi എന്ന് കിട്ടും. ഇനി അതുപോലെ തന്നെ ക്ലോസ്ഡ് ഇൻ്റഗ്രൽ ഓവർ സി ഇസഡ് ബൈ ഇസഡ് പ്ലസ് 1 ഡി ഇസഡ് കണ്ടുപിടിക്കാൻ പോവുകയാണ്. അപ്പോൾ ഇവിടെ എ എന്തായിട്ട് എടുക്കണം? -1 ആയിട്ട് ചൂസ് ചെയ്യണം. അപ്പോൾ എഫ് ഓഫ് -1 ഈക്വൽ ടു 1/2πi ക്ലോസ്ഡ് ഇൻ്റഗ്രൽ ഓവർ സി ഇസഡ് ബൈ ഇസഡ് പ്ലസ് 1 ഡി ഇസഡ് എന്ന് കിട്ടും. അതിൽ നിന്ന് എഫ് ഓഫ് ഇസഡ് ആണ്. അപ്പോൾ എഫ് ഓഫ് -1 എന്താവും? -1 ആകും. സോ -2π എന്നാണ് അതിൻ്റെ ആൻസർ കിട്ടുന്നത്. ഇത് രണ്ടും ഇക്വേഷൻ 1-നകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 2πi എന്ന് ആൻസർ കിട്ടും. അപ്പം ഒന്നിൽ കൂടുതൽ ടേം ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? പാർഷ്യൽ ഫ്രാക്ഷൻ ഉപയോഗിച്ചിട്ട് അതിനെ സ്പ്ലിറ്റ് ചെയ്തിട്ട് വേണം ചെയ്യാൻ. സ്പ്ലിറ്റ് ചെയ്ത് ഓരോ ഇൻ്റഗ്രേഷനും സെപ്പറേറ്റ് കണ്ടുപിടിച്ച് വേണം എഴുതാൻ.